നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഫലം കാക്കുന്ന പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ അവസാന പിടിവള്ളിയായി സൈബർ ഫോറൻസിക് ഫലം കാത്ത് പോലീസ്. നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധനല്ലെന്ന പൾസർ സുനിയുടെ നിലപാടിനെ തുടർന്ന് വഴിമുട്ടിയ കേസിൽ ഫോറൻസിക് ഫലം നിർണായകം. അതേസമയം സുനിയുടെയും വിജീഷിന്റെയും കസ്റ്റഡി കാലാവധി ഈ മാസം 10 വരെ നീട്ടി. തെളിവുകളുടെ അഭാവത്തിൽ കേസ് ദുർബലമാകുമെന്ന ആശങ്കകൾക്കിടെ പരിശോധനയ്ക്കയച്ച മെമ്മറി കാർഡിൽ പീഡന ദൃശ്യങ്ങൾ ഉള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. കണ്ടെത്തിയത് പീഡനരംഗങ്ങൾ സുനി തന്നെ ചിത്രീകരിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളെന്നും സൂചന. പ്രതികൾക്കെതിരെ നിർണായക തെളിവായി മാറുന്ന ദൃശ്യങ്ങൾ ഉള്ളത് പൾസർ സുനി അഭിഭാഷകനെ ഏൽപ്പിച്ച മെമ്മറി കാർഡിലെന്ന് റിപ്പോർട്ട്. വാഹനത്തിൽ വെച്ച് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ അഭിഭാഷകൻ വഴി കോടതിയെ ഏൽപ്പിച്ചതായി സുനി നേരത്തെ മൊഴി നൽകിയിരുന്നു. അതിനിടെ മൊഴികൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന സുനിയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള പോലീസ് നീക്കത്തിന് തിരിച്ചടി. പ്രതി സന്നദ്ധനല്ലാത്ത സാഹചര്യത്തിൽ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ആലുവ മജിസ്ട്രേറ്റ്. നുണ പരിശോധനയ്ക്കുള്ള ശാരീരിക മാനസിക ആരോഗ്യം തനിക്കില്ലെന്ന് പൾസർ സുനി കോടതിയിൽ. വിശുദ്ധരുടെ പാപകൃത്യം. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡന കേസിൽ 5 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഒളിവിൽ പോയ 7 പേർക്കായി തിരച്ചിൽ. തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്ന ശിശുക്ഷേമ സമിതി അധ്യക്ഷനെയും അംഗത്തെയും കേസിൽ പ്രതി ചേർക്കുമെന്നും സൂചന. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സഭയ്ക്ക് നാണക്കേടായ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട 5 കന്യാസ്ത്രീകളിൽ 2 പേർ പെൺകുട്ടി പ്രസവിച്ച ആശുപത്രിയിലെ ഡോക്ടർമാർ. വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്ന CVC അധ്യക്ഷനും വനിതാ അംഗവും വൈദിക വിഭാഗത്തിൽ നിന്നു തന്നെ. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കൊട്ടിയൂരിൽ ഉണ്ടായതെന്ന് കർദിനാൾ. പ്രതിയായ വൈദികനെ രക്ഷിക്കാൻ ശ്രമിച്ച വയനാട് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകളെന്ന് പോലീസ്. ജുഡീഷ്യൽ അധികാരമുള്ള സമിതിക്കെതിരെ പോലീസ് നടപടി അസാധ്യമായിരിക്കെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ബാലാവകാശ കമ്മീഷനും കോടതിക്കും. നാളെ നമ്മളും ബംഗാളികൾ. അരിവിലയ്ക്ക് മൂക്കുകയറിടാൻ സർക്കാർ എത്തിച്ച ബംഗാൾ അരി നാളെ മുതൽ. തിരഞ്ഞെടുത്ത 500 സഹകരണ സ്റ്റോറുകൾ വഴി ആഴ്ചയിൽ ഒരു കുടുംബത്തിന് 5 കിലോ അരി വീതം. കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നത് 2 രൂപ നഷ്ടം സഹിച്ചെന്ന് മന്ത്രി കടകംപള്ളി. ഇപ്പോൾ എത്തിച്ച 800 മെട്രിക് ടൺ മസൂരി അരിക്ക് പുറമെ 5 ദിവസത്തിനകം 1700 ടൺ അരി കൂടിയെത്തും. ആഴ്ചയിൽ 5 കിലോ എന്നത് വൈകാതെ 10 കിലോ വീതമാക്കാനും ഇതേ നിരക്കിൽ അരി വിതരണം വിഷുവരെ തുടരാനും ആലോചന. അരി വിതരണത്തിന്റെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കരകുളത്ത്. അതേസമയം ഇപ്പോൾ ബംഗാളിൽ നിന്നെത്തിച്ച 800 ടൺ സുവർണ മസൂരി അരി വേവ് കൂടിയ ഇരുമ്പരിയെന്ന ആക്ഷേപം. ആന്ധ്രയിൽ നിന്ന് അരിവരവ് നിലച്ച സാഹചര്യത്തിൽ തൽക്കാലം ഇരുമ്പരി തന്നെ ശരണം. ആർക്കും വേണ്ടാത്ത ബംഗാൾ അരി കൊണ്ട് പൊതുവിപണിയിലെ അരിവില കുറയില്ലെന്നും ആക്ഷേപം. ശാന്തി തേടുന്ന താഴ്വര. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. തെക്കൻ കാശ്മീരിൽ പ്രകോപനം സൃഷ്ടിച്ച മുഴുവൻ ഭീകരരെയും വധിച്ചതായി സുരക്ഷാ സേന. ഹിസ്ബുൾ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ഭീകരർ ബുർഹാൻ വാനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ എന്നും സുരക്ഷാ സേന. ഭീകരർ നുഴഞ്ഞുകയറിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ച സേന മുഴുവൻ പേരെയും വധിച്ചതും മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ. തുടർച്ചയായ പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കി സൈന്യം. വിവാദമുയർത്തി വീണ്ടും ട്രംപ്. ഒബാമയ്ക്കെതിരെ വിമർശനവുമായി വീണ്ടും ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒബാമ തന്റെ മൊബൈൽ ഫോൺ ചോർത്തിയെന്ന് പുതിയ ആരോപണം. തെരഞ്ഞെടുപ്പിൽ തന്നെ തകർക്കാനുള്ള നീക്കത്തിലൂടെ ഒബാമ സ്വയം താഴ്ന്നെന്നും ട്വിറ്റർ സന്ദേശത്തിൽ ട്രംപ്. എന്നാൽ ആരോപണം നിഷേധിച്ച് ഒബാമ വക്താവ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.